പൊന്നൂത്? കള്ള്, നല്ല അന്തിക്കള്ള. നല്ല ഉഷാറോടെ വന്നപ്പോഴാ പെണ്ണിന്റെ ഒരു ആലോചന. എന്താ ഇത്ര ആലോചിക്കാൻ? 10 ദിവസം തികയണതിന് മുമ്പ് എന്നെ മടുത്ത. ഈ കിന്നാരം കള്ളത്തര. കാര്യം പറവണ്ണ. പറഞ്ഞ ഗർവിക്കൂ? അപ്പൊ ഗർവിക്കാനുള്ള കാര്യ. പെണ്ണ് കാര്യം പറ. അല്ല, ഈ കാലിപ്പണിയൊക്കെ നിർത്തി മറ്റെന്തെങ്കിലും നല്ല പണി ചെയ്തൂടെ എന്റെ പൊന്നൂന്? അപ്പൊ അതാണ് കാര്യം. പെണ്ണിന് നാറ്റം വന്ന് തുടങ്ങിയെന്ന്. അതുകൊണ്ടല്ല. അവറ്റവളുടെ കരച്ചിലും പുളച്ചിലും കാണുമ്പോ ശാപം കിട്ടുമെന്നൊരു പേടി. ശാപം? പുളുത്തിയൊരു ശാപം. പെണ്ണിന് വിവരം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കാലികളുടെ കുളമ്പില് ലാടനടിക്കുന്നതേ അവറ്റകൾക്ക് നല്ലതിനാ. ഒരുപാട് ദൂരം നടക്കണ്ടേ, കാല് വേദനിക്കത്തില്ല. പിന്നെ മൂക്കുകയറിടുന്നതും വരിയുടയ്ക്കുന്നതും ചില തെമ്മാടി കുട്ടന്മാരെ ഒതുക്കാനാ. മനുഷ്യന്മാർ ഓപ്പറേഷൻ ചെയ്യാറില്ലേ, അതിന് ശാപം കിട്ടുവോ? പെണ്ണ്, നീ വിചാരിക്കണ മാതിരി ഒരു ശാപം കിട്ടണ പണിയല്ല, ഒരു തൊഴിലാ. പൊന്നുച്ചാമിയുടെ ചോറ. ഇത്തിരി കള്ളകത്തോട്ട് ചെന്നപ്പോ കിട്ടിയ പൂതിയ ആ മൂച്ചില ഇങ്ങോട്ട് വന്നത്. പെണ്ണത് കൊളവാക്കി. വാ. തീർന്നില്ലേടാ? ആ പെണ്ണേ, ഞങ്ങള് പോണ്. എപ്പോഴാ മടക്കം? ഇത്തിരി വൈകും. അധികം വൈകാ കാത്തിരിക്കണ്ട, കിടന്നിറങ്ങിക്കോ. പൊന്നു, ആ മടക്കത്തിൽ ഒരു കൂട്ടം വാങ്ങിക്കൊണ്ടുവരുമോ? ആ, ഒരു ടിന് പൗഡറും ഒരു കൺമഷിയും പിന്നെ കുളിക്കാൻ ഒരു സോപ്പും. പൗഡറും സോപ്പും എന്തിനാ? മനുഷ്യന്റെ മണമാ എനിക്കിഷ്ടം. ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, മറന്നില്ലെങ്കിൽ വാങ്ങാം. കേറടാ. മിണ്ടാനും പറയാനും അടുത്തൊന്നും ആരുമില്ലേ, അതാണൊരു വിഷമം. ഇടയ്ക്ക് മായയ്ക്ക് അങ്ങോട്ടൊന്ന് വന്നൂടെ? മിണ്ടിയും പറഞ്ഞിരിക്കാലോ. അയ്യോ, കാളക്കാരന്റെ വീട്ടിൽ സർക്കിട്ട് പോവാനോ? കൊള്ളാം, അമ്മ അറിഞ്ഞ തല്ലി കൊല്ലും. ചാമി പണിക്ക് വന്നാൽ തന്നെ അമ്മ മുറ്റത്തിരുത്തിയാ കഞ്ഞി കൊടുക്കാറ്. ഇപ്പോ അമ്മ എന്നെ അടുക്കളപ്പണി പഠിപ്പിക്കുക. കറിയൊന്നും വെക്കാൻ അറിയില്ലെന്ന കുറ്റം. അപ്പൊ കലകത്തിന് എഴുതാനും വായിക്കാൻ അറിഞ്ഞൂടെ? 10 വരെ പഠിച്ചു. ഇത്തിരി ടൈപ്പും തുന്നലും വശമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് സമയം പോവാൻ വിഷമം. ചന്തേന്ന് വരുമ്പോ വല്ല കഥാപുസ്തകം വാങ്ങിച്ചിട്ട് വരാൻ കാളക്കാരനോട് പറഞ്ഞൂടെ? അതെങ്കിലും വായിച്ച് സമയം കളയാലോ. ഞാൻ ആലോചിക്ക, 10ാം ക്ലാസ് വരെ പഠിച്ച പെണ്ണിന് ഒരു പ്യൂണെങ്കിലും കിട്ടാതിരിക്കില്ല. ആ കുടിയൻ കാളക്കാരന്റെ കല്യാണം കഴിച്ച കനകത്തെ സമ്മതിക്കണം. മിണ്ടാൻ കഴിയില്ലെങ്കിലും എന്റെ രായപ്പനാ സുന്ദരൻ. ഇത്തിരി പച്ചക്കറി ഉണ്ട്. ആ കരിച്ചാക്ക് ഇറക്കി വെച്ചേച്ച് വേഗം വാടാ, ചോറുണ്ണ.
നല്ല വിശപ്പ്. നീ കഴിച്ച പെണ്ണെ? ആ, ഇവിടെ എത്തിയപ്പോഴാ വാങ്ങാൻ പറഞ്ഞ പൗഡറും സോപ്പും ഓർത്ത്. അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. മറന്നില്ലേ, അടുത്ത ആഴ്ച വാങ്ങാം. കിട്ടുന്ന കാശൊക്കെ അതും ഇതും വാങ്ങി മുടിച്ചോ. 4 കാശുണ്ടാക്കി വല്ല വൈദ്യനെയും കണ്ട് നാവ് കൊണ്ട് 4 വർത്താനം പറയാൻ നോക്കടാ. വാ. ആ തോർത്തങ്ങിയതാ. ഈ സോപ്പിട്ടൊന്ന് തേച്ച് കുളിച്ചൂടെ? സോപ്പും കാരവും ഒക്കെ ആയിട്ട് പെണ്ണ് തന്നെ കുളിച്ചാ മതി. വെറുതെ അല്ല നാറ്റോന്ന് നാട്ടുകാർ പറയണത്. നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, ചിലപ്പോ നിനക്ക് നാറ്റം തൂങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. വാളെ. ഇത്തിരി മീൻ കൂട്ടാൻ ഇടട്ടെ? നല്ല അയലയാ. വേണ്ട. എന്താ, കൂട്ടാൻ ഇഷ്ടല്ലേ? നാറ്റം കറിക്ക്. അയ്യോ, പിണങ്ങിയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്റെ പൊന്നിന് നല്ല മണം. ഈ മണം എനിക്ക് എന്തൊരിഷ്ട. പെണ്ണെ, അയ്യോ പെണ്ണെ, എന്തു പറ്റി? ആ, കോളടിച്ചെന്ന് തോന്നണേ. എടാ രായപ്പാ, വാ, ഞാൻ അപ്പനാവാൻ പോണ്. എടാ, എന്റെ പെണ്ണിന് പള്ളയിലുണ്ടെന്ന് വിളിച്ച് കൂടാ. നാട്ടുകാര് മുഴുവൻ അറിയട്ടെ.